സിനിമാ മേഖലയിൽ എപ്പോഴും ആരാധകർ തമ്മിൽ വഴക്കിടാറുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. മോഹൻലാലിന് വേണ്ടി ഒരു ഭാഗം ആളുകൾ വഴക്കൂടുന്നു, മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട്, പൃഥ്വിരാജിന് വേണ്ടി, ദിലീപിന് വേണ്ടി, അങ്ങനെ ഒരുപാട് പേര് പല നടന്മാർക്കായിട്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാർക്കായിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എമ്പുരാൻ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ദിലീപിന്റെ വിഷയം. അതായത് പൃഥ്വിരാജ് കരിയറിൽ മുന്നോട്ട് വരുന്നൊരു സമയത്ത് അന്ന് ദിലീപായിരുന്നു സിനിമാ ഇൻഡസ്ട്രി മൊത്തത്തിൽ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പൃഥ്വിരാജ് ദിലീപിനൊരു ബാധ്യതയാകും, അല്ലെങ്കിൽ ദിലീപിനേക്കാൾ മുകളിൽ പോകുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ദിലീപ് പൃഥ്വിരാജിന് ചില പണികൾ കൊടുത്തു എന്നാണ് വലിയ വലിയ ആളുകളൊക്കെ ഇതിന്റെയൊക്കെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത്. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. ഒരു ഭാഗത്ത് പറയുന്നത് ദിലീപിനെതിരെ ആഞ്ഞടിക്കാൻ കൂട്ടുനിന്ന ആളുകളാണ് പൃഥ്വിരാജും മറ്റു സംഘങ്ങളും എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ദിലീപിന്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നടിയുണ്ട്. ഈ നടിയും ഇവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാറുണ്ട് എന്നൊക്കെയാണ് ആളുകൾ വലിയ രീതിയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ദിലീപിന്റെ കേസ് വന്ന സമയം മുതൽ ദിലീപ് ഫാൻസിന്റെ കണ്ണിലെ കരടായി നിന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ഈ നോക്കുരാവിലെ നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നു കഴിഞ്ഞ് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി, ഈ പൾസർ സുനിയാണ് ഇത് ചെയ്തത് എന്ന് പോലും വ്യക്തമാവാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ സിനിമാ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഒരു യോഗം അവിടെ വിളിച്ചു. ആ യോഗത്തിൽ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ആദ്യമായിട്ട് പറയുന്നു ഇത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പൃഥ്വിരാജ് അതിന് അനുകൂലമായി രംഗത്തെത്തുന്നു. അമ്മയുടെ യോഗം നടക്കുന്ന സമയത്ത് ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഈ ഗൂഢാലോചനക്കെതിരായിക്കൊണ്ട് അമ്മയിൽ നിന്ന് ശബ്ദമുയരണമെന്ന് മഞ്ജുവിന്റെ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പൃഥ്വിരാജ് പറയുകയാണ്. അപ്പൊ തന്നെ ആളുകൾ ചോദിച്ചു, ഈ ഗൂഢാലോചന ഉണ്ട് എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അറിയാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് മൗനമായിരുന്നു ഉത്തരം. അപ്പം ദിലീപ് ഫാൻസ് പറയുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പോലീസും അന്വേഷണ ഏജൻസികളും പറയുന്നതിന് മുമ്പേ ഇവർക്കിത് മനസ്സിലായി ഗൂഢാലോചനയുണ്ട്, എവിടെ നിന്ന്, എങ്ങനെ ഇവർക്കിത് മനസ്സിലായി എന്നാണ് ചോദ്യം. അന്ന് മുതൽ ഈ പറയുന്ന ഒരു കാര്യമാണ് ദിലീപിനെ ഈ കേസിൽ കുടുക്കിയതാണ്. ദിലീപിന് കാര്യമായ പങ്ക് ഈ കേസിനകത്തില്ല. പക്ഷേ ദിലീപിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ ഒരു പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയെ പിടിക്കുന്നു. ആ പ്രതിയെ പിന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു, മറ്റു പല ആളുകളെയും പിടിക്കുന്നു. അതിനുശേഷം അതായത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുക്കുന്നു ദിലീപിന്. ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു. ഈ 7 വർഷമായിട്ടും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് ഗോവയിലേക്ക്, ഈ നടിയുടെ ഡ്രൈവർ കൂടിയായിരുന്നു ഈ പറയുന്ന പൾസർ സുനി. അപ്പൊ അവർ ഒരുമിച്ച് ഗോവയിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നടപ്പിലാക്കാമായിരുന്ന ഒരു കാര്യം, ഒരു ദിവസം രാത്രി ഈ ആലുവ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആലുവയിലെ ദിലീപിന്റെ വീടിരിക്കുന്ന ആ റോഡ്, ആ ഒരു ഹൈവേയിൽ കൂടി തന്നെ കൊണ്ടുപോയി ഈ ഒരു സംഭവം ചെയ്തത് മനഃപൂർവ്വം ദിലീപിനെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിരുന്നു എന്നാണ് ഉയർന്നു വന്ന ചോദ്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് വലിയ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവുകയും അത് കോടതിയിൽ എത്തുകയും കോടതിയുടെ പരിഗണനയിലാണ് ആ കേസിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ദിലീപിന് പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് അതിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൃഥ്വിരാജ് ഈ ഒരു എമ്പുരാൻ സിനിമ ഇറങ്ങിയ ശേഷം വലിയ രീതിയിലുള്ള വിവാദത്തിലാണ്. ഈ വിവാദങ്ങൾ അഴിച്ചുവിടുന്നതിനകത്ത് ഒരു പങ്ക് ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതിന്റെ എന്താണെന്ന് നമുക്കറിയില്ല. അത് 100% ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിലീപ് കുടുങ്ങിയ സമയത്ത് ദിലീപിനെതിരെ ആഞ്ഞടിക്കാൻ പൃഥ്വിരാജ് ഫാൻസ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഫാൻസ് എല്ലാ വഴിയിൽ കൂടിയും ദിലീപിനെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാനും, പിന്നീട് അമ്മയുടെ മീറ്റിംഗ് നടന്ന സമയത്ത് ദിലീപിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത് പൃഥ്വിരാജ് ആയിരുന്നു. പിന്നെ ആസിഫ് അലിയും ആ കാര്യത്തിൽ നിന്നുണ്ട്. പിന്നെ ആസിഫ് അലി പിന്നീട് മാപ്പ് പറഞ്ഞു. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു സമയത്ത് പൃഥ്വിരാജിനൊരു വിലക്കുണ്ടായിരുന്നു. ഈ വിലക്ക് വന്നത് ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് എന്നൊരു ചർച്ചാ വിഷയം അന്ന് പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വിനയനായിരുന്നു അദ്ദേഹത്തിന്റെ അത്ഭുത ദ്വീപ് എന്ന സിനിമയിലേക്ക് വിളിപ്പിച്ചതും. അതിനുശേഷം അദ്ദേഹം വീണ്ടും സിനിമാ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു ചെയ്തത്. അപ്പൊ ആ വിലക്കിന് പിന്നിൽ ദിലീപാണെന്ന് പണ്ട് തൊട്ടേ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുഞ്ചാക്കോ ഗോപനും ഫിലിമിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് ദിലീപ് കൊടുത്ത കൊച്ചു കൊച്ചു പണികളാണ് എന്നുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് ദിലീപിന്റെ വിഷയം വന്നപ്പോൾ ഇവരെല്ലാം ഒന്നിച്ചു നിന്നതും ദിലീപിനെ കൃത്യമായിട്ട് ചെക്ക് വെച്ചതും എന്നാണ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഫാൻ ഫൈറ്റ് ആണ് അത്. ചിലപ്പോൾ ഒരാൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിരിക്കാം,
അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലായിരിക്കാം. ഇതിന്റെ യാഥാർത്ഥ്യം ചകഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം. അപ്പൊ എന്തായാലും ദിലീപിന്റെ ഫാൻസ് ആണ് പൃഥ്വിരാജിനെ ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഒറ്റയ്ക്കുള്ള ക്രെഡിറ്റ് പൃഥ്വിരാജിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് എന്നൊരു ചർച്ചാ വിഷയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ രാഹുൽ, അതിൽ വേറൊരു കാര്യമുണ്ട്. ദിലീപ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന, കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന, എന്നും അതായത് തന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അതിന്റെ പുറത്ത് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില വിദ്വേഷങ്ങളൊക്കെയാണ് ദിലീപിനെ ഈ കേസിലേക്ക് കൊടുക്കാനുള്ളത് എന്നും, ദിലീപിനെതിരെ കാര്യമായി ഒരു തെളിവും ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നും, ഒരു പ്രതിയാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ ഒരു വാചകത്തിന്റെ പുറത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു, അതായത് പൾസർ സുനിയുടെ ഒറ്റയാളുടെ, ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് രാഹുൽ എന്ത് തന്നിട്ടുണ്ട്, ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നിരന്തരം കാണുന്ന ആളുകളാണ്. ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്, ആ കൊട്ടേഷന്റെ പുറത്താണ് ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ ഒരു മൊഴിയിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചോ. അത് കോടതിയിലാണ്, ഓക്കെ, പക്ഷെ അങ്ങനെയാണ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതുവരെ കാര്യമായ തെളിവുകളൊന്നും ഇല്ല എന്ന് അവരുടെ അഭിഭാഷകർ തന്നെ പൊതുവേദിയിൽ വന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദിലീപിനെ ഒരു മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ, ഇപ്പൊ CPM ഭാഗത്തു നിന്നൊക്കെ ചില പ്രമുഖ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് ശ്രമിച്ചു. അതിലൊരു നേതാവിന്റെ മകൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ വരുന്ന കാര്യം എന്താ? ഇപ്പൊ വരുന്ന കാര്യം, ദിലീപ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാകുമായിരുന്നില്ല. മലയാള സിനിമയെ ഒരു ചിട്ടയോടെ കൊണ്ടുപോകാൻ ദിലീപിന് കഴിഞ്ഞിരുന്നു. ചില ന്യൂനതകളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ചിട്ടയോടെ കൊണ്ടുപോകാൻ ദിലീപിന് കഴിഞ്ഞിരുന്നു എന്ന ക്ഷമിക്കണം, ഇന്ന് എന്താണ് ഒരു വാദം ഇപ്പോൾ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ദിലീപിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കാരണം ദിലീപ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നർക്കോട്ടിക് ജിഹാദ് പോലുള്ള ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ഈ മട്ടാഞ്ചേരി മാഫിയ പോലുള്ള ആളുകൾ ഇതിലേക്ക് കടന്നു കയറില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും ചില ദിലീപിന് സപ്പോർട്ടീവായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ചാനലുകൾ, ഇപ്പം സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ദിലീപ് ഫാനുമായി ബന്ധപ്പെട്ടുള്ള ചില ചാനലുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ഒരു സംസാര വിഷയമായി ഇപ്പൊ നിൽക്കുന്നു. അപ്പൊ അതിൽ തന്നെ പറയുന്നത് കർമ്മ ഉണ്ട്, കർമ്മ തിരിച്ചടിക്കും, ദിലീപിനെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് ഇപ്പോ രായപ്പൻ മറുപടി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും പക്ഷെ ഇതിന്റെ ഒന്നും യാഥാർത്ഥ്യം നമുക്കറിയില്ല. കാരണം മല്ലിക സുകുമാരൻ പറഞ്ഞത് എന്റെ മകന് നേരെ ദിലീപ് അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്കിത് അറിയുന്ന കാര്യവുമല്ല, ഇനി രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അറിയുകയും വേണ്ട എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. അപ്പൊ അവർ പോലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ദിലീപ് അങ്ങോട്ട് ആക്രമിച്ചു, പൃഥ്വിരാജ് ഇങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറയുന്നതിൽ വലിയ യാഥാർത്ഥ്യമില്ല. എന്നാൽ പോലും ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ, അതായത് ഒരു കേസ് അതെല്ലാം കോടതിയുടെ ഹാൻഡിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന് പറയാനുള്ള അധികാരമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. കേസ് അന്വേഷിച്ച് എല്ലാം കൊടുത്ത് അവസാന ലാപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേസ്. എന്തായാലും ഉടനെ തന്നെ അതിന്റെ വിധികൾ വരും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ നോക്കാൻ കഴിയും. ഇനി ആ സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ സമയത്ത് മാത്രമേ ഇനി ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വരുന്നത്. ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ പൃഥ്വിരാജിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ എതിരെ ഏകപക്ഷീയമായ ആക്രമണം അയച്ചുവിടുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒരു ഫാൻസ് അസോസിയേഷൻ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഉള്ളിൽ ഇപ്പം ഞാൻ ദിലീപിന്റെ ഫാനാണെങ്കിൽ എനിക്ക് പൃഥ്വിരാജ് ദിലീപിനെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കൊരു തോന്നൽ വരികയാണെങ്കിൽ, ഒരു സന്ദർഭം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വേറെ ആരും പറയണ്ട, ഞാൻ സ്വമേധയാ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളുടെ ഈ സൈബർ ലോകം എന്ന് പറയുന്നത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അതൊരു വെട്ടുകിളി കൂട്ടങ്ങളാണ്. വരിക, ആക്രമിക്കുക, പോവുക, ഇതാണ് പരിപാടി. അതിപ്പോ ദിലീപിനെതിരായ ആക്രമണമാണെങ്കിലും പൃഥ്വിരാജിനെതിരായ ആക്രമണമാണെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മോഹൻലാലിനോ എതിരായ ആക്രമണമാണെങ്കിലും അതിലൊക്കെ ഒരു പറ്റം ആളുകൾ വന്ന് ആക്രമിച്ച് പോകുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ പുറകിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത്ര മാത്രമേ പറയാനുള്ളൂ.